എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. മകൻ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. മകൻ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ace of Cups, Fool Energy, Knight of Wands, Two of Pentacles, Magician, Fool. വളരെ സ്ട്രോങ് മെസ്സേജ് ആണ്. Magician and Fool, Eight of Swords. ഓക്കെ, ആദ്യം തന്നെ Ace of Cups എനർജിയാണ്. പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കമാണ് ജീവിതത്തിൽ കാണിക്കുന്നത്. ജീവിതത്തിൽ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ വിവാഹ സാധ്യതയാണ് കാണിക്കുന്നത്. പ്രണയ സാക്ഷാത്കാരം ഇത്യാദി കാര്യങ്ങളിലൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാസം പൊതുവെ പ്രണയനിർഭരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിലുടനീളം കണ്ടുവരുന്നത്. അപ്പോ പുതിയതായിട്ട് പ്രണയത്തിൽ വീണിട്ടുള്ള ആളുകളാണെങ്കിൽ ജീവിതം മുഴുവൻ, ഈ ഒരു മാസം മുഴുവൻ പ്രണയം ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവാം. ഈ ഒരു മാസം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ വിവാഹം നടക്കുന്നവർക്കൊക്കെ ഈ ഒരു മാസം ഒത്തിരി സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ്. പൊതുവെ വിവാഹം നടക്കുന്ന മാസം സന്തോഷം തന്നെയായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ വിവാഹം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ കൂടാതെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ഒത്തിരി ആഹ്ലാദം തരുന്ന സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇനി വിവാഹിതരായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കുടുംബാന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് വളരെയധികം സന്തോഷം നിറഞ്ഞ സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്ന ഏസ് ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്ന പുതിയ ബന്ധങ്ങൾ വരുന്നു ജീവിതത്തിലേക്ക് എന്നുള്ളത് കൂടിയിട്ടാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അത്. എക്സ്ട്രീംലി പോസിറ്റീവ്, വൈബ്രന്റ് ആയിട്ടുള്ള പുതിയ ഒരു ജീവിതം നിങ്ങൾ തുടങ്ങുകയാണ്. സുഹൃത്ത് ബന്ധങ്ങൾ, പുതിയ സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അതായത് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്ന് പറയാം. മനസ്സ് നിറഞ്ഞ് നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക്, അതായത് ഒത്തിരി സ്നേഹവും സന്മനസ്സും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതൊക്കെ മനസ്സ് നിറഞ്ഞു മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. സോ കപ്പാസിറ്റി ടു ലവ്, സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ പക്കൽ, അല്ലെങ്കിൽ ഒത്തിരി സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നുണ്ട് തിരിച്ച്. അതേപോലെ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് കൂടി ആണ് ഇവിടെ കാണിക്കുന്ന ഈ ഒരു മാസം. ഇതിനു മുമ്പ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള, അറിയാണ്ടത് ചെയ്തു പോയതോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ്, തെറ്റുകൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. അതായത് ഹീലിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ ഇതുവരെ മൂടി പൊതച്ചു വെച്ചിരിക്കുകയാണ്, കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ ഇമോഷൻസിനെ റിലീസ് ചെയ്യാണ്. അതേപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു എന്ന് തോന്നുന്നത് നിങ്ങളോട് തന്നെ ക്ഷമിക്കുകയാണ്. നിങ്ങൾ പാസ്റ്റിനെ മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്, ഹീൽ ചെയ്യാണ് ചെയ്യുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഫുൾ എനർജിയാണ്. സ്വയം വിശ്വസിക്കാൻ നിങ്ങൾ വീണ്ടും തുടങ്ങുകയാണ്. ശരിക്കും ചില ആളുകളെ സംബന്ധിച്ച് ഒരു പുനർജന്മമാണ്. ആദ്യത്തെ ജന്മം നിങ്ങൾ എന്നാണോ ജനിച്ചത്, നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ജന്മം, ഇപ്പോ നിങ്ങൾ വീണ്ടും പുനർജനിക്കുകയാണ്. കാരണം ആ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങളും സങ്കടങ്ങളും നന്മയും ചീത്തയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അതൊരു പാസ്റ്റായിട്ട് മാറാണ്. കാരണം ഇനി നിങ്ങളൊരു പുനർജന്മം എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു പുതിയൊരു ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തം ആയിട്ടുള്ള വിശ്വാസം, അതായത് സ്വയം നിങ്ങൾ തന്നെ വിശ്വസിക്കാൻ പഠിക്കുകയാണ്. മറ്റാരുടെയും, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ അഡ്വഞ്ചർ ആണ് ലൈഫിൽ. നിങ്ങളുടെ ഒരു സോളിന്റെ പാത്തിലേക്ക് മുന്നോട്ടേക്ക് പോവാണ്. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. നിങ്ങളായിട്ട് ഒരു പുതിയ യാത്ര, ഒരു ജേണി നിങ്ങൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഒരു യാത്ര നിങ്ങൾ ഒരു എപ്പിക് ജേണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു ജേണിയാണ് അങ്ങനെ ഒരു യാത്രയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇത് എടുത്തു ചാടി എടുക്കുന്ന ഒരു തീരുമാനമല്ല. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ മനസ്സിൽ കൂട്ടിക്കിഴച്ച് വെച്ച ഒരു കാര്യമായിരിക്കും. ഫൈനലി
അത് ഉറപ്പിക്കുന്ന ഒരു മാസമാണ്. അത് ഉറപ്പിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് അതിൽ മുന്നോട്ടേക്ക് ആ യാത്രയിലേക്കൊക്കെ ആദ്യത്തെ ചുവട്ടുപടി വെച്ച് മുന്നോട്ടേക്ക് പോവാണ്. ഒരു യാത്ര എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ വ്യത്യസ്തമായിരിക്കാം. ചില ആളുകൾക്ക് ഇത് കുടുംബജീവിതം സംബന്ധിക്കുന്ന കാര്യമായിരിക്കാം, മറ്റു ചിലർക്ക് സോഷ്യൽ ലൈഫായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലും ആവാം. ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ നൈറ്റ് ഓഫ് വൺസ് എനർജിയാണ്. നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കണം എന്നുള്ളൊരു, അതായത് ജീവിതം കുറെ ആയി സഹിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ കുറെ ആയി നിങ്ങളുടെ ജീവിതത്തിൽ മടുപ്പ്, വിരക്തി, ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ ആവശ്യം ഇനിയില്ല എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ ജീവിതം ആസ്വദിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യം അഡ്വഞ്ചർ സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ എനർജി ആണെങ്കിലും നൈറ്റ് ഓഫ് വൺസ് എനർജിയാണ്, അഡ്വഞ്ചർ ആണ്. നിങ്ങൾ ആ ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്രയിലേക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യം. ഹൈ സ്പിരിറ്റഡ് എനർജിയാണ്. അതായത് നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ പിന്തുടരുന്ന, ഡ്രീംസിനെ പിന്തുടരുന്നുണ്ടാവാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജോലി സംബന്ധമായിട്ടും വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു, അതിനേക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ഇവിടെ പറയാനുള്ളത്, ഇപ്പൊ ചില ആളുകൾ, നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. മറ്റു ചിലര് നിങ്ങൾ ചിലപ്പോൾ ഒരു ഷെഫ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ, അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ ഒരാൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ അപ്രിസിയേഷൻ ആണ്. മറിച്ചൊരു ഷെഫ് ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനത്ര ഒരു ഇമ്പോർട്ടൻസ് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവില്ല, ഒരു പ്രാധാന്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾ മാതാപിതാക്കളുടെ സമ്മതം അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആദ്യം അതിൽ നിന്ന് മാറാൻ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാനുള്ള മേഖല, നിങ്ങളുടെ കഴിവ് ഈ മേഖലയിലാണ് എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടാവും. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഓരോരുത്തരുടെയും സാഹചര്യവശാൽ വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് ഏതിലാണോ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. 2 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. വരുമാന മാർഗം സംബന്ധിച്ചും ഒരു മാറ്റം വരുന്നുണ്ട്. വരുമാന മാർഗത്തിൽ മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു വരുമാനം കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു വരുമാനം കാണിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ലൈഫിലെ ബാലൻസ്, ഇക്വിലിബ്രിയം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പല റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ പല റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്കുള്ളത് കൊണ്ട് എല്ലാം കൂടി ബാലൻസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരു കാരണം മാത്രമാണുള്ളത്. നിങ്ങൾക്ക് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നില്ലാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് ഇതുവരെ ബാലൻസിലല്ലാതിരുന്ന ജീവിതം നിങ്ങളൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാണ്. അതായത് ഫാമിലി ആണെങ്കിലും ജോലി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി ഡിസിപ്ലിൻ ആവുകയാണ്, ഓർഗനൈസ്ഡ് ആവുകയാണ്. നിങ്ങൾ ജീവിതം കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക, കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ജീവിതം നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരും. ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിക്കുകയും ചെയ്യാണ്. മജീഷ്യൻ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ആണ്. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. പൊതുവേ ഈ മജീഷ്യൻ എനർജി മാത്രമല്ല, കാരണം മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മാനിഫെസ്റ്റേഷൻ ടൈമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തും മാനിഫെസ്റ്റ് ചെയ്യാം. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ വിശ്വാസം വരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കഴിവ് ഉണ്ടാവുക എന്നുള്ളതല്ല, നമുക്ക് ഈ കഴിവുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ വിശ്വസിക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ അത് വിശ്വസിച്ചിരുന്നില്ല. നിങ്ങൾക്ക് കഴിവ് അന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരുന്നു, നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളും സ്വയം വിശ്വസിക്കാൻ തുടങ്ങി, എനിക്ക് ഈ കഴിവുണ്ട്, ഞാൻ ടാലന്റഡ് ആണ് എന്നുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സഫലമാകുകയാണ്. നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷവും ആഘോഷവും ഒക്കെ കാണുന്നു. അതോടൊപ്പം തന്നെ 8 ഓഫ് സോർട്സ് എനർജിയും ഉണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത്, ഇവിടെ എടുത്തത് പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഋണാനുബന്ധം കാണിക്കും. അത് നമ്മൾ അതിലേക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യം, നിങ്ങൾ പല നെഗറ്റീവായിട്ടുള്ള ചില കഴിഞ്ഞ ജന്മത്തിലുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധനം എന്നുള്ള രീതിയിൽ പറയാൻ, ചില ആളുകൾ നിങ്ങളെ, അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങളുടെ സ്വന്തം ആരെങ്കിലും ആയിരിക്കാം, മാതാപിതാക്കളാവും, സഹോദരങ്ങളോ മറ്റാരെങ്കിലും നിങ്ങളെ
ബന്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം വേർപെടുത്ത് അത് ഹീലിംഗ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം എന്ത് തന്നെ ആയാലും ധൈര്യം സംഭരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. ഇതിനെക്കുറിച്ചിട്ടൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ വേണ്ടി വരും. പക്ഷെ എന്തായാലും ഇത്രയും പറയാണ്, നിങ്ങൾ സ്വയം വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാം. നിങ്ങൾ ഈ കെട്ടുപാടുകൾ എന്ന് പറയുന്നത്, കെട്ട് നിങ്ങളുടെ ശരീരത്തിലല്ല, നിങ്ങളുടെ മനസ്സിലാണ് ബന്ധിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഉടച്ചെറിയാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ദൈവത്തിലാണ് ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത്. ലക്ഷ്മി ദേവിയാണ് വന്നിരിക്കുന്നത്. ലക്ഷ്മി ദേവി ആരാധിക്കുക, ലക്ഷ്മി സഹസ്രനാമം ജപിക്കുന്നത് നല്ലതായിരിക്കും. ദേവി സഹസ്രനാമം അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വരുത്തുക എന്നുള്ളൊരു ശുഭസൂചന കൂടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ജോലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ പ്രൊമോഷൻ, സാമ്പത്തിക വർധനവ് ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇതിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്തോത്രങ്ങള്, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.